മഹാനടൻ മോഹൻലാലിന് ജന്മം നൽകിയ അമ്മ ശാന്തകുമാരി കഴിഞ്ഞ ദിവസം നിര്യാതയായി. അമ്മയുടെ ഭൗതിക ശരീരം ഹിൽവ്യൂ വീട്ടിൽ ഇപ്പോൾ കിടത്തിയിരിക്കുകയാണ്. നിരവധി പേർ, പല മേഖലകളിലുള്ള നിരവധി പ്രമുഖരായ ആൾക്കാർ അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ അവിടെ എത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വലിയ നിരയാണ്. എനിക്ക് പക്ഷേ ഞാൻ അവിടെ ഒക്കെ തിരഞ്ഞത് അമ്മയെ നേരിട്ടറിയുന്നത്. നമുക്ക് ആ അമ്മയുടെ മകനെ അറിയുന്നതിനേക്കാളും ആ അമ്മയെ നേരിട്ടറിയുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ ഞാൻ കണ്ടെത്തിയ 3 ചേച്ചിമാരാണ് ഇവർ. അനിത, അശ്വതി, ഇത് ഗംഗ. ഇവർ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവർ അമ്മയുടെ വളരെ അടുത്ത് താമസിക്കുന്നവരാണ്. ഇതാണ് ചേച്ചിയുടെ വീട്. നമുക്ക് അവരോട് ചോദിക്കാം ശാന്തകുമാരി അമ്മയെക്കുറിച്ച്. എന്താണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ഓർമ്മകൾ? ഇവിടെ 85 വന്ന അന്ന് തൊട്ട് ആൻറ്റി അന്ന് നല്ല ഹെൽത്തി ആയിരുന്നു. എല്ലാ ആവശ്യത്തിനും കറക്റ്റായിട്ട് വരും. ഞങ്ങളുടെ എല്ലാം എൻഗേജ്മെൻറ്റ്, കല്യാണം, തലേ ദിവസം ആക്റ്റീവാണ് ഇവിടുത്തെ. ഞങ്ങളുടെ നല്ല ഇവിടെ പൊതുവെ ഈ കിടക്കുന്ന ആൻറ്റിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതാണ് സങ്കടം. ഞങ്ങൾ ആ നല്ല ഓടി നടക്കുന്ന ആൻറ്റി, സംസാരിക്കുന്ന ആൻറ്റി, സ്നേഹമാണ്. എല്ലാവരും മോളെയും മക്കളെയും ചക്കരയെന്ന് വിളിക്കുകയുള്ളൂ ശരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആൻറ്റി അടുത്ത് കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് മാറാൻ തോന്നില്ല. അങ്ങനെ നിങ്ങളൊന്നും കണ്ടിട്ടില്ല, വേറൊരു മുഖമുണ്ട് ആൻറ്റിക്ക്. എപ്പോഴും ചിരിച്ച് ആൾക്കാരുമായിട്ട് മിങ്കിൾ, ആർക്കെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ ഓടി വരും. അങ്ങനെ അതാണ് എല്ലാവർക്കും ഇത്രയും എല്ലാവരും വരുന്നത് മെയിനായിട്ട്. ഞങ്ങൾ ചേച്ചി ഒരുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് പരിചയം. പിന്നെ ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത്ര പരിചയമല്ല. ആൻറ്റി പിന്നെ അങ്ങനെ പോയി, അപ്പോഴത്തേക്ക് കൊച്ചി പോയി. എല്ലാ ഫംഗ്ഷനും എല്ലാം കാണാൻ പോകുമായിരുന്നു. ഗംഗമ്മയ്ക്ക് ഒരുപാട് പറയാണ്ടെന്ന് പറഞ്ഞു. ഒരുപാടൊന്നുമില്ല, നല്ല സ്നേഹമാണ് നമ്മളോടെയൊക്കെ. വിശേഷിച്ചും പെൺമക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ്. എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. കൂടെ അവിടെ കൊണ്ടുപോകണം കാണാൻ. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെൺപിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം പെൺമക്കളില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്നേഹം. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് കൈയാട്ടി വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ പോകും. കുട്ടികളെയും എല്ലാവരും അങ്ങനെ ഒരു മുഖം ഉണ്ട് ആൻറ്റിക്ക്. ഞങ്ങൾ ആ മുഖമാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും ആ മുഖം ആ മകനും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും കരുതുന്നതിന്. അതെ എല്ലാം അങ്ങനെയാണ്. ഇപ്പോ ഈ കിടക്കുന്ന ആൻറ്റി ഞങ്ങൾക്ക് പരിചയമില്ല. ഈ കിടപ്പ് കിടക്കുമ്പോഴത്തേക്ക് ഇത് കാണാനുള്ള ശേഷി നമുക്കില്ല. ഇവിടെ വിട്ടുപോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിളിക്കുകയോ കാണുകയോ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അച്ഛനുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ്. അച്ഛൻ കോട്ടയൊക്കെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും എന്തോന്നായി. പക്ഷെ അപ്പോഴും സംസാരിക്കുന്നില്ല. കിടപ്പാണെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഒരു പിന്നെ അവിടം വരെ പോകണ്ടേ. ഇപ്പം അച്ഛനും അമ്മയൊക്കെ അമ്മയുണ്ട്, വയസ്സായിരിക്കുക. അപ്പോൾ അവർക്കും പോകാനും പ്രയാസം. അല്ലെങ്കിൽ പോയിന്, തീർച്ചയായിട്ടും പോയിന് അച്ഛനും അമ്മയൊക്കെ. പിന്നെ പോയിട്ടൊരു വളരെ നല്ല ഓർമ്മകൾ തന്നെയാണ് ആൻറ്റിയെ പറ്റി ഉള്ളത്. എന്തായാലും ഇതാണ് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ശാന്തകുമാരി അമ്മ എങ്ങനെയായിരുന്നു ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ ജീവിച്ചിരുന്നതെന്ന്. ശരിക്കും ഈ ചേച്ചി, അനിത ചേച്ചി പറയുമ്പോൾ അനിത ചേച്ചിയുടെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അത്രമാത്രം ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ഗംഗമ്മയും പറയുന്നുണ്ട് പേരക്കുട്ടിയെ കാണണമെന്ന് പറയുന്ന ആ ഒരു കാലത്തെക്കുറിച്ച്. എന്തായാലും ഇവിടെയുള്ള ഒരുപാട് പേർക്ക്, ഈ നാട്ടുകാരുടെ ഒരു പ്രതിനിധികൾ എന്നേ പറയാനാവുകയുള്ളൂ. ഇവിടെയുള്ളവർക്കെല്ലാം കണ്ണിലുണ്ണി തന്നെയായിരുന്നു ആ അമ്മ. ആ അമ്മയെ കാണാൻ പലർക്കും അവരുടെ മനസ്സനുവദിക്കുന്നില്ല, അവർക്ക് സങ്കടം വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അമ്മയ്ക്ക് ആദരാഞ്ജലികൾ നമുക്കും നേരാം.